ഉത്തരകാശിയിൽ ഇപ്പോൾ മഴ മാറി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് രക്ഷാപ്രവർത്തനം കുറച്ചുകൂടി വേഗത്തിൽ വരും മണിക്കൂറുകളിൽ നടത്താൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷ എല്ലാ അധികാരികൾക്കും ഉണ്ട്. കാലാവസ്ഥ വില്ലനും സമയം പ്രതിനായകനുമായി നിൽക്കുന്നുണ്ട്. യുദ്ധകാല അടിസ്ഥാനത്തിലാണ് ഉദ്യോഗസ്ഥരുടെ എല്ലാം പ്രവർത്തനം നടക്കുന്നത്. കുന്നിൻ ചെരുവുകളിലൂടെ മുന്നോട്ടുള്ള യാത്ര സാധ്യമാകണമെങ്കിൽ ദേശീയപാത 34 അറ്റകുറ്റപ്പണി പൂർത്തിയാകണം. ധരാലിയിലേക്കുള്ള രക്ഷാകരങ്ങൾ NDRFന്റെയും സൈന്യത്തിന്റെയും ആംബുലൻസുകളുടെയും രൂപത്തിൽ ബട്വാഡിയിൽ കാത്തുകിടക്കുന്നുണ്ട്. ഇതെല്ലാം അക്കരയിലേക്ക് എത്തിക്കണം. ഗംഗോത്രി എന്ന പട്ടണത്തിൽ ഇപ്പോഴുള്ളവരെ എല്ലാം തിരികെ കൊണ്ടുവരാൻ അവിടെ നിലയുറപ്പിച്ച രക്ഷാപ്രവർത്തകരോ ഹെലികോപ്റ്റർ സർവീസുകളോ മാത്രം പോരാ. നാളെ ദുരന്ത പ്രദേശത്ത് എത്താൻ സാധിക്കുമെന്നാണ് വിചാരിക്കുന്നത്. ഈ റോഡ് തുറന്നു കഴിഞ്ഞ് ബ്രിഡ്ജിൻ്റെ സാധനങ്ങൾ വരണം, ബ്രിഡ്ജ് ലോഞ്ച് ചെയ്യണം. ബ്രിഡ്ജ് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എത്താൻ പറ്റും. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. മുന്നിലോട്ട് ഇതുവരെ കുഴപ്പങ്ങളില്ല. രാത്രിയിലും വെള്ളം ഇങ്ങനെ വന്ന് കൂടുതലായിട്ട് വരുവാണെങ്കിൽ പിന്നെ എന്തെങ്കിലും സംഭവിക്കുവാണെങ്കിൽ അതേ ഉള്ളൂ. ജീവഹാനി സംഭവിച്ചവർ എത്ര, കാണാതായവർ ആരൊക്കെ എന്ന് വ്യക്തമായ കണക്ക് നമ്മുടെ മുന്നിലില്ല. ധരാലിയിലും ഹർഷിലിലുമൊക്കെ പരിശോധന തുടരുന്നുണ്ട്. ഹർഷിലിൽ ഹെലിപാഡ് തുറന്നതോടെ കണ്ടെടുക്കുന്ന മൃതദേഹങ്ങളും ഗുരുതരമായി പരിക്കേറ്റവരെയും വ്യോമമാർഗം മാറ്റുന്നുമുണ്ട്. ഡെറാഡൂണിലെ ജോളിഗ്രാൻഡ് വിമാനത്താവളത്തിൽ ചിനൂക്ക് ഹെലികോപ്റ്റർ അടക്കം ക്ലിയറൻസ് കാത്തുകിടക്കുകയാണ്. ഓരോ നിമിഷത്തിനും വിലയേറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്നും 50 കിലോമീറ്റർ മാറി ഒരുപാട് ജീവനുകൾ മരവിച്ചുകൊണ്ടിരിക്കുകയാണ് രക്ഷാകരത്തിന് വേണ്ടി. നാളെയെങ്കിലും കാണാതായവരെ എല്ലാം കണ്ടെത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഉത്തരകാശിയിൽ നിന്നും വൈശാഖ് ജയപാലിനോടൊപ്പം അർജുൻ പീതാംബരൻ, മാതൃഭൂമി ന്യൂസ്.